അടുത്തെന്താണ് സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു പണ്ട് മുതലേ നമുക്ക് കേട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ആൻ ഓൾഡസ്റ്റ് ഫോം ഓഫ് എ ടീച്ചിങ്. പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഓൾഡസ്റ്റ് ഫോം ആണ് എന്ത്, സ്റ്റോറി ടെല്ലിംഗ്. കറക്റ്റ്. According to researchers, storytelling is a tool that helps students better understand. നമുക്ക് റിസർച്ച് എന്ന് ദിവസം പറയുന്നത്, നമുക്ക് സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, നമുക്കത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. പെട്ടെന്ന് അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. സ്റ്റോറീസ് മേക്ക് ലേണിംഗ് മോർ ഫൺ. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് ചിൽഡ്രൻ ടു വിഷ്വലൈസ് ദംസെൽഫ് ഇൻ സിമിലർ സിറ്റുവേഷൻസ്. ഓക്കെ, അടുത്തെന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ കോൺവെർസേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക് ഓർ പെർഹാപ്സ് എ റേഞ്ച് of topic conducted in a group of size that allow participations by all members. ഒരു കൂട്ടം ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഒരു സ്പെസിഫിക് ടോപ്പിക്, ഒരു സ്പെസിഫിക് സ്ഥലത്ത് ഒരു ഇരുന്നിട്ട് പഠിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പായിട്ട് ഇരുന്ന് പഠിക്കാം, നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അടുത്തെന്താണ് അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഗീവ് ടോപ്പിക് ആൻഡ് ഡിസ്കസ് 20 or 40 minutes. എക്സ്പ്രസ് ഓൺ ഐഡിയാസ്, നമ്മൾ സ്വന്തം ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാം. റിസീവ് അതേഴ്സ് ഐഡിയാസ്. ഓക്കെ, ഓൾ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ഹാവ് എ ചാൻസ് ടു സ്പീക്ക്. Group members can receive and respond to respectful and honest and constructive feedback. Even in the disagreement, there is an understanding that the group is working together to resolve and dispute. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ പോയിന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഷോർട്ടാക്കി പറഞ്ഞാൽ 20 to 40 minutes വരെ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുക, സ്വന്തം ഐഡിയാസ് മറ്റുള്ളവരുടെ ഐഡിയാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും നമുക്കിന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടും. എല്ലാവരുടെ ഐഡിയാസും എന്താണ് അതിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തെന്താണ് പിയർ ട്യൂട്ടറിങ്. നമ്മൾ സമപ്രായക്കാർ എന്ത് ചെയ്യുക, ഒരുമിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് ഫ്രണ്ട്സിന് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക. ആ ഒരു tutoring ആണ് peer tutoring. When students teach each other to understand more and to improve communication skill, vocabulary and overall language fluency. Active engagement ആണ്. It encourage active participation as students take on the role of both the teacher and learner. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ടീച്ചറും ലേണറുമായി മാറാണ് ചെയ്യുന്നത്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദി സബ്ജക്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ത് ഇംപ്രൂവ് ചെയ്യും, സോഷ്യൽ ഇന്ററാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. സോ നേച്ചർ ഓഫ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് ആൻഡ് നറേറ്റീവ് ടെക്സ്റ്റ്. അതിലെന്താണ് നറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ പറയാം, ടെൽ എ സ്റ്റോറി, റീകൗണ്ട് ഇവന്റ്സ്. ഒരു നറേഷൻ എന്നുള്ള മോഡലാണുള്ള ടെക്സ്റ്റ് ആണ് നറേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ, ഇൻഫോം ഓർ ഡിസ്ക്രൈബ് എ ടോപ്പിക് വിതൗട്ട് എ ടെല്ലിംഗ് എ സ്റ്റോറി. സ്റ്റോറി പറയാതെ ഒരു ടോപ്പിക് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നറേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് ക്രോണോളജിക്കൽ ഓർഡറിലാണ് പറയുന്നത്. ബിഗിനിങ്, മിഡിൽ, എൻഡ്, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ആ ഒരു രീതിക്കാണ് പറയുന്നത്. ബട്ട് നമ്മുടെ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്നാണ് ഒരു ലോജിക്കൽ ഓർഡർ ആണ്, ഒരു എക്സാക്ട് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ നറേറ്റീവ് ടെക്സ്റ്റ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലും പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇമോഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്നാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ഒബ്ജക്റ്റീവ് ആൻഡ് ഫാക്ച്വൽ ടോൺ ആണ് പറയുന്നത്. ഈ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റിൽ പറയുന്നത്. സോ നറേറ്റീവ് ടെക്സ്റ്റ് എന്താണ്, may include dialogue and descriptive. അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ടു എൻകറേജ് റീഡർ ഇമോഷണലി, റീഡറിനെ ഇമോഷണൽ ആക്കാനുള്ള ആ ഒരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, നമ്മുടെ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലാരിറ്റി, പ്രിസൻസ്, ഫാക്ട്, സ്റ്റാറ്റിക്സ്. കാരണം ഒരു എക്സാക്ട് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. അങ്ങനെ പറയാനാണ് നമ്മുടെ എക്സ്പോസിറ്ററി ടെക്സ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വിത്ത് എവിഡൻസോടൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നറേറ്റീവ് ടെക്സ്റ്റിന്റെ ഗോൾ എന്താണ്, എയിം ടു സർട്ടൻ ടു അവോക്ക് റീഡേഴ്സ് ഇമോഷൻ ടു റീഡറിനെ ഇമോഷണലി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് എക്സ്പോസിറ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ആണ്, ക്ലാരിഫൈ ഓർ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു റീഡേഴ്സിന് നമ്മുടെ ഒരു ഇൻഫർമേഷൻ ക്ലാരിഫൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസാക്ഷണൽ അവേഴ്സ് ആൻഡ് റിഫ്ലക്റ്റീവ് ടെക്സ്റ്റ്. റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് റിവൈൻഡിങ് വൺ ലൈഫ് ടു പാസ്റ്റ് ഇവന്റ് ആൻഡ് ദെൻ തിങ്കിങ് അബൌട്ട് ഹൗ ഈസ് എഫക്റ്റിംഗ് ലൈഫ്. കഴിഞ്ഞു പോയ കാര്യം എങ്ങനെ ലൈഫിനെ എഫക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയാം. ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, തോട്ട്സ് ഓർ ഒപ്പീനിയൻ ദാറ്റ് കം ടു വൺ വൈൽ ഹി ഈസ് റിഫ്ലക്റ്റിംഗ്, കോൾഡ് റിഫ്ലക്ഷൻ. ആ ഒരു ഇവന്റ്സിന് കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ പറ്റിയുള്ള തോട്ട്സ് ഒപ്പീനിയൻസ് ആണ് ഇതിൽ
റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ്. ട്രാൻസാക്ഷണൽ ടെക്സ്റ്റ് എന്താണ്? ട്രാൻസാക്ഷണൽ റൈറ്റിംഗ് ടെക്സ്റ്റ് ആർ എയ്തർ എ റെസ്പോൺസ് ഓർ എ ഇനീഷ്യൻ ഓഫ് ദി റെസ്പോണ്ട്. ഓക്കെ, transactional text divided into two, longer and shorter text. Longer text shorter text പോയിന്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ, narrative and expository writing. Narrative style writing is mostly used to tell stories, whereas expository style of writing is meaning to descriptions. Narrative എന്ന writing most used to tell stories ആണ് പറയുന്നത്. സോ നമ്മുടെ ഒരു എക്സ്പോസിറ്ററി റൈറ്റിംഗ് ഫാക്ച്വൽ കാര്യങ്ങളാണ് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽ. റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം വായിച്ചെടുക്കാനുള്ള, ഒരു കാര്യം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അതിന്റെ അർത്ഥം മനസ്സിലാക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കഴിവിനെയാണ്, വായിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. ഇതെന്തായാലും നമ്മളൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഇത് നമ്മള് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. നമ്മളതിങ്ങനെ നേടിയെടുത്തിട്ട് അക്വയർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഓക്കെ, ലാംഗ്വേജ് സ്കിൽസ് ആണ്. One definition of language is a system of symbols that permit people to communicate and interact. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധിയാണ്. നമ്മുടെ ആശയങ്ങളൊക്കെ കൺവേ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ലാംഗ്വേജ്. The symbols include vocal and written form, gestures and body language. like vocals, written forms ഇതിൽ നമ്മൾ ഇതാക്കും, gestures and ആശയങ്ങൾ, നമ്മുടെ ആംഗ്യങ്ങള്, ബോഡി ലാംഗ്വേജസ് ഒക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ another way to describe language is a term of the four basic language skill, LSRW. ഇത് മൂന്നാണ് ഇതിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. നമ്മളൊരു കാര്യം കേൾക്കുന്നു, സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീക്ക് ചെയ്യുന്നു. അതിലൂടെ ഒന്നുകൂടി നമ്മൾ റീഡ് ചെയ്യാൻ പ്രാപ്തരാകുന്നു. സോ അത് നമ്മൾ ഒരു പേപ്പറിൽ എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. That's it. Literacy skill എന്തൊക്കെയാണ്? Literacy skill are all the skill needed for reading and writing. റീഡിങ്ങും റൈറ്റിംഗും വേണ്ട സ്കിൽ എന്നാണ് ലിറ്ററസി സ്കിൽ. ഓക്കെ,